അവര് പറയുന്ന സ്വർഗം പ്രാപിക്കാൻ വേണ്ടി അവരിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പക്ഷേ ആ സ്വർഗം ഇവിടെങ്ങാനും പ്രാപിക്കാനുള്ള ശ്രമം നടത്തിയാൽ ജയിലാവും. എന്തൊരു ഗതികേടാണ്! മാന്യ സ്നേഹിതർക്ക് വന്ദനം. സുംബ ഡാൻസും ചർച്ചകളും വളരെ ഗംഭീരമായി നടക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖല കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണം എന്ന നിലയിലും ലഹരിയിൽ നിന്നവരെ പിന്നോക്കം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയും എന്നൊക്കെ പറഞ്ഞ് സുംബ ഡാൻസിന് ഒരു പ്രാധാന്യം നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ ഉള്ളതാണ് യോഗ അഭ്യാസം. ഇപ്പൊ യോഗ അത്ര കേൾക്കാനില്ല, എങ്കിലും സ്കൂളുകളിൽ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. യോഗയ്ക്ക് ഒരുവിധം ഹൈന്ദവ പശ്ചാത്തലവുമായി അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറുമായി ബന്ധമുണ്ട് എങ്കിലും സുംബയെ കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ഒരു ഫോം ആയിട്ടാണ് കാണുന്നത്. അതൊരു എയറോബിക് എക്സസൈസ് പോലെ, അപ്പൊ തന്നെ അതിനകത്ത് ഒരു പാട്ടിന്റെ താളം കൂടി കൊടുത്തുകൊണ്ട് ഒരു ആനന്ദകരമാക്കി മാറ്റുക എന്നൊരു ഉദ്ദേശം മാത്രമേ അതിനകത്തുള്ളൂ എന്നാണ് ഞാൻ ഇതുവരെ ഗ്രഹിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ സ്കൂൾ കുട്ടികളെ അങ്ങനെ അവർക്ക് ആനന്ദത്തിന്റെ അകമ്പടിയോടുകൂടി ശരീരാരോഗ്യവും അതിലൂടി മാനസികാരോഗ്യവും അതിലൂടി ലഹരിയിൽ നിന്ന് തിരിച്ചുവിടുക എന്നുള്ളൊരു ഉദ്ദേശവും ഗവൺമെന്റിനുണ്ട് എന്നാണ് ഇപ്പോഴത്തെ വ്യാഖ്യാനം. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, കാരണം അതിനകത്തും കുറെ തമാശകളുണ്ട്. ലഹരി വിറ്റ് നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റ് നെക്സ്റ്റ് ജനറേഷനെ ലഹരിയിൽ നിന്ന് പിന്നോക്കം നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു അനൗചിത്യമാണ്. എങ്കിലും നമുക്ക് രസത്തിന് ഇതൊക്കെ കേൾക്കാം. കാരണം വിദ്യാഭ്യാസമില്ലാത്ത ആള് വിദ്യാഭ്യാസ രംഗം ഭരിക്കുന്ന ഇതൊക്കെ നമ്മൾ കാണുന്നത് ഒരു രസകരമായ വ്യൂ പോയിന്റിലാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതും കാണാം, അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറയാനാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഏതായാലും സുംബ ഡാൻസ് സ്കൂളുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു, എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും എനിക്കറിയില്ലെങ്കിലും ഇസ്ലാമിക ഉസ്താദുമാർ അതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് സുംബ ഡാൻസ് എന്തുകൊണ്ട് ഇസ്ലാം വെറുക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളുമായി. ദൗർഭാഗ്യവശാൽ ഇവരാരും തന്നെ സിമ്പിളായിട്ട് മറുപടി പറഞ്ഞതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് അനിസ്ലാമികമാണ്, ഇത് ഇസ്ലാമികമല്ല, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്നിവർ പറയാൻ തയ്യാറാകുന്നില്ല. കാരണം അങ്ങനെ ഇവർ പറഞ്ഞാൽ അതിനെതിരെ വരുന്ന ചോദ്യങ്ങൾക്ക് ഇവർക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അനിസ്ലാമികമായതുകൊണ്ട് പിന്താങ്ങാൻ കഴിയാതിരിക്കുന്ന ഈ സുംബ ഡാൻസിനെ ഗതികേട് കൊണ്ട് തള്ളിപ്പറയേണ്ടി വരികയും, എന്നാൽ എന്തുകൊണ്ടാണ് തള്ളിപ്പറയുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഇവർക്ക് സംസാരിക്കാൻ കഴിയാതെയും ചെയ്ത് ആകെ ചാനൽ ചർച്ചകളിൽ കിടന്ന് മെഴുകുന്ന ഉസ്താദുമാരെയാണ് നമ്മൾ കാണുന്നത്. സിമ്പിളായിട്ട് ഇവർക്ക് പറയത്തക്കതേ ഉള്ളൂ, ഇത് അനിസ്ലാമികമാണ്, ഞങ്ങൾക്കിത് പറ്റില്ല എന്ന് പറയത്തക്കതേ ഉള്ളൂ. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇവർക്കത് പറയാനാവില്ല. കാരണം ഇവരുടെ ഒരു ഭാഗത്ത് യത്തീസ്റ്റുകൾ ഇവരെ നന്നായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ പൊള്ളയായ വശങ്ങളെക്കുറിച്ച് എക്സ് മുസ്ലിം ഇവിടെ സ്ട്രോങ് ആയി സംസാരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഭാഗം ഇവര് തന്നെ ഉപദ്രവിച്ചിട്ട് തിരിച്ചുഷാറായി ഇവർക്കെതിരെ ചോദ്യം ചെയ്യുന്ന ക്രൈസ്തവരുടെ അപ്പോളജറ്റിക്സ് ഒരു ഭാഗത്ത്. ഇങ്ങനെ മൂന്ന് ഭാഗം കവർ ചെയ്യുകയും മറുഭാഗം ഒരിടത്തുകൂടെയാണ് ഇവർക്ക് ആകെ രക്ഷപ്പെടാനും അകത്തേക്ക് കടക്കാനും കഴിയുന്നൊരവസ്ഥയുള്ളത്. കേരളത്തിലുടനീളം ഇവരുടെ സ്നേഹസംവാദവും പരിപാടികളുമായി നടന്നിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ ഇന്ന് ഇവർക്ക് ഇവരുടെ കിതാബ് പുറത്തിറങ്ങി സംസാരിക്കാൻ പറ്റാത്ത നിലയിൽ അതിനകത്തുള്ള അനൗചിത്യങ്ങളും അധാർമികതകളും ഒക്കെ ജനം പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വന്തം ഭാഷയിൽ. എങ്കിലും ഇവരുടെ പ്രോഗ്രാമൊക്കെ അവരുടെ സൈഡിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. PFI പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു വിസ്ഡം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. PFI ചിലപ്പോൾ ശാരീരികമായി എതിർക്കാനുണ്ടായ സംഘടനയാണെങ്കിൽ വിസ്ഡം എന്ന് പറഞ്ഞിപ്പോ കേൾക്കുന്ന ഒരു ഗ്രൂപ്പ്
അത് മാനസികമായി ജനത്തെ വഴിപിഴപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അവരുടെ ചില ആൾക്കാരാണ് ഈ ദിവസങ്ങളിൽ പുറത്തിറങ്ങി സംസാരിച്ചത്. അപ്പോഴാണ് അതിനെക്കുറിച്ച് കേൾക്കാൻ ഇടവന്നത്. അപ്പോഴാണ് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയത്. അവർ പറയുന്നു, ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഖുർആനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം മറ്റു ചുറ്റുപാടുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇവകൾ പഠിപ്പിച്ചത് കൊണ്ടുണ്ടായ ദോഷം എന്താണ് എന്ന് നമ്മൾ നന്നായി കണ്ടതാണ്, അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അപകടകരമായ ഒരു നിലയിലേക്കാണ് പോകുന്നത് എന്നതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇത്തരത്തിൽ വിസ്ഡം പോലുള്ള ഗ്രൂപ്പുകൾ PFIയുടെ ആ നിലയിലല്ല വളരുന്നത് എന്ന് വരികിലും ഈ കിതാബാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ ഇത് ദോഷമുണ്ടാക്കുമെന്നതിന് സംശയം വേണ്ട. ആ ഭാഗം അവിടെ കിടക്കട്ടെ. എനിക്കതല്ല പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, സുംബായെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാർ, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാള് കരയുന്നത് കണ്ടു. അയാൾ എന്തൊക്കെ പറയുന്നത് ഒരു പിടിയില്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ധാർമ്മികത നിലനിൽക്കണമെങ്കിൽ സുംബ പോലെയുള്ളത് പാടില്ല. അതുകൊണ്ട് ധാർമ്മികത നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്തത്. 2, പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് ഇടപഴകുന്നത് അപകടത്തിന് സാധ്യതയുണ്ടാക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇയാൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അങ്ങനെയാണ് ഇവര് സ്ത്രീകളെ ശരിക്കും ആണുങ്ങളുടെ മുമ്പിൽ പെട്ടുപോയാൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കണ്ടിട്ടാണ് സ്ത്രീകളെ ഇവർ ഒരു കറുത്ത വസ്ത്രം തലതൊട്ട് കാലിന്റെ നഖം വരെ അടിച്ചിടുന്നത്. കാലിൽ സോക്സ് ഇടിപ്പിക്കും, കയ്യിലും അവർ ഗ്ലൗ ഇടിപ്പിക്കും. പിന്നെ മൊത്തം മൂടിച്ചവരെ കൊണ്ട് നടക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും വേണോ സ്വർഗത്തിലെത്തിയ ഒരു സംഭവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോണം, നിങ്ങൾ മാറിക്കോണം എന്ന് പറയുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം ജാമിദ ടീച്ചർ ഒരു വീഡിയോ, കഴിഞ്ഞ ദിവസം ജാമിദ ടീച്ചർ ഒരു ഉസ്താദിന്റെ പ്രസംഗം കൊണ്ടുവച്ചിങ്ങനെ കീറി മുറിക്കുന്നത് കണ്ടു. അതിനകത്ത് ഉസ്താദ് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലുമായി ലൈംഗികമായി ബന്ധപ്പെടുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടാൽ അത് ഞെട്ടിപ്പോകുന്ന കാര്യമാണ് അയാൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാവുമായി, പെങ്ങളുമായി, ആണുങ്ങളുമായി, മൃഗങ്ങളുമായി, ശവവുമായി, പരിചയമില്ലാത്ത സ്ത്രീകളുമായി, വേശ്യാ സ്ത്രീകളുമായി, ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറി പുള്ളി പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരുമായി ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടാൽ ഇവകൾക്കൊക്കെ ഓരോ ആത്മീക അർത്ഥമുണ്ട് അത്രയും. വാസ്തവത്തിൽ ഈ വേട്ടവാളിയന്മാരുടെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ ഈ ഒരു രംഗത്തിലാണ് പോകുന്നത്. മുഴുവൻ ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശൗചാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലാതെ ഇവരെ ആത്മീകം എന്ന് പറയാൻ യാതൊന്നും ഇവരുടെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ഖേദകരമായ കാര്യമാണ്. അപ്പോൾ ടീച്ചർ അക്കാര്യം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ വിഷമം തോന്നി, ഇതൊക്കെ കേരളത്തിലാണല്ലോ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഖേദമുണ്ട്. ഏതായാലും ഈ സിറാജുല് പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചുപോയി. അയാൾ പറയുന്നത് ഒന്ന് ധാർമ്മികത നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോ ധാർമ്മികത നിലനിർത്തണം. ധാർമ്മികത എന്ന് പറയുന്നത് ഏതാണ്ട് വലിയ സംഭവമായിട്ട് ഇവർ പറയുന്നുണ്ട്. ഏതാണ്ട് നമുക്ക് നോക്കാം. 2, ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിടപഴകിയാൽ ഏതാണ്ട് പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഇത് രണ്ടും ചേർത്ത് വെച്ച് ഞാൻ പറയുമ്പോൾ ഇവര് പറയുന്ന സ്വർഗം ഇതിന്റെ സ്ഥലമാണ്. സ്വർഗത്തിലാകെ ഉള്ളത് 2 സാധനമാണ്. 1 മദ്യവും 2 പെണ്ണുമാണ്. ഇത് രണ്ടും പ്രതീക്ഷിച്ച് സ്വർഗത്തെ കാത്ത് ഇവിടെ ജീവൻ പോലും വെടിയാൻ തയ്യാറായി നിൽക്കുന്ന ഇസ്ലാം ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. ശ്രീലങ്കയിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ലിംഗത്തിൽ ഇരുമ്പൊറയാണ് ഇട്ടിരുന്നത്. കാരണം സ്വർഗത്തിൽ ചെന്ന് ഘൂറികളുമായിട്ട് ഇടപഴകാൻ വേണ്ടി. ഇതൊരു ധാർമ്മിക ഇടപാടിന് വേണ്ടി പോകുന്നതാണോ? അപ്പോൾ ആ സാധനം ഇവിടെ ചെയ്താൽ എന്താണ് കുഴപ്പം? ഇവിടെയാണ് ഉസ്താദുമാർ 2 ഞരങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന സ്വർഗം പ്രാപിക്കാൻ വേണ്ടി അവരിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പക്ഷേ ആ സ്വർഗം ഇവിടെ എങ്ങാനും പ്രാപിക്കാനുള്ള ശ്രമം നടത്തിയാൽ ജയിലിലാവും. എന്തൊരു ഗതികേടാണ്, എന്തൊരു വേദനാജനകമാണ്. അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന മരണാനന്തരം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സ്വർഗത്തിലെ നന്മ അവരിവിടെ അനുഭവിക്കാൻ താല്പര്യം കാണിച്ചാൽ കേരളത്തിൽ ജയിലിലായി പോകുന്ന അവസ്ഥ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇജ്ജാതി ആൾക്കാർക്ക് വേണ്ടി നിയമങ്ങൾക്ക് വ്യത്യാസം വരുത്തി കൊടുക്കുന്നതാണ് നല്ലത്. അല്ല, ഇത് അധാർമികമാണെങ്കിൽ ഇവരുടെ കിതാബിനെ വിലക്ക് വരുത്തുകയാണ് വേണ്ടത്. ഇതിലൊന്ന് ചെയ്തേ പറ്റൂ. കാരണം കിതാബ് കക്ഷത്ത് വച്ചിരിക്കുമ്പോഴും ഇവർക്ക് കൃത്യമായിട്ടറിയാം ഈ കാര്യങ്ങൾ അധാർമികമാണ്. ഇതെവിടെ നിന്നറിഞ്ഞു? ഇതാണ് ക്രൈസ്തവ മിഷനറിമാർ ഭാരതത്തിന് വരുത്തിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്.
അവർ കൊടുത്ത വിദ്യാഭ്യാസം, അവർ കൊടുത്ത ജീവിത സംസ്കാരം, അവർ കൊടുത്ത വചന പഠനം, ഇവകളാണ് ഇത്യാദി കാര്യങ്ങൾ ധാർമ്മികമല്ല എന്നും മാനവകുലത്തിന് യോജിച്ചതല്ല എന്നും ബോധ്യപ്പെടുത്തിയത്. അല്ലാതെ ഖുറാനോ മറ്റു തര ഗ്രന്ഥങ്ങളോ വേദങ്ങളോ ഒന്നും കൊണ്ടുവന്ന ഒരു സാമാന്യ മര്യാദയല്ലിത്. അത് കൃത്യമായി തിരിച്ചറിയണം. രണ്ടാമത്തെ പ്രശ്നമാണ് ആണും പെണ്ണും അടുത്തിടപഴകിയാലുള്ള പ്രശ്നം. ആ പ്രശ്നത്തിന് ഇവര് ആവോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ മാക്സിമം തുണി പുതച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എങ്കിലും ബലാത്സംഗങ്ങളിൽ കൂടുതൽ നമ്പർ നടക്കുന്നത് മദ്രസകളിൽ തന്നെയാണ്. അപ്പം മൂടിയത് കൊണ്ട് കാര്യമില്ല എന്ന കാര്യം വ്യക്തമാണ്. ഇയാള് തന്നെ സിറാജുൽ തന്നെ ഒരുപാട് ലിസ്റ്റ് ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. ഓരോ കാൽ മണിക്കൂറിലും 15 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു ബലാത്സംഗം നടക്കുന്നു, അതിന്റെ കാരണങ്ങൾ ഡാൻസും പാട്ടും ലഹരിയുമാണ് എന്നയാള് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ 15 മിനിറ്റിലൊരു ബലാത്സംഗം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നു എന്നും അതിന് കാരണം ഡാൻസുകളും കൂത്തുകളും ഉല്ലാസങ്ങളും ലഹരിയുമാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുമ്പോൾ, മാന്യ സുഹൃത്തെ സിറാജുലെ, നിങ്ങൾ പോകാൻ പ്രതീക്ഷിക്കുന്ന സ്വർഗത്തിൽ മദ്യത്തിന്റെ പുഴ ഒഴുകുമെന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത്? അപ്പോൾ പോകുന്ന സ്ഥലം എന്തുമാത്രം അധാർമികമായ സ്ഥലമായിരിക്കും? നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ലഹരിയും സെക്സും മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സ്ഥലത്തിന്റെ ഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതേ സാധനം ഇവിടെ പോലും, എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ പോലും, ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ പോലും ഒരു പാപമായും അനാശാസ്യമായും ഗുണകരമല്ലാത്തതായും മാന്യമല്ലാത്തതായും കണക്കാക്കിയിരിക്കെ താങ്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്വർഗത്തിൽ ഇവറ്റകളാണ് നൽകുന്നതെങ്കിൽ എങ്ങനെ സുഹൃത്തെ അവിടെ ചെല്ലുമ്പോൾ ഇത് ധാർമ്മികമായി മാറുന്നത്? എന്ത് വിവരക്കേടുകളിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് പാർക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഫിലോസഫി? നിങ്ങളെ കേൾക്കുന്ന ജനത്തിന് ഇതൊക്കെ മനസ്സിലാകില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? അടുത്ത കാര്യം പിന്നെയും തമാശയാ. പിന്നെയും പുള്ളി ഇങ്ങനെ വീഡിയോ പറഞ്ഞ് അടുത്ത പുള്ളി പറയുകയാണ്, ലഹരിയിൽ നിന്ന് പിന്നോക്കം മാറ്റാനും പാപങ്ങളിൽ നിന്നല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങളിൽ നിന്ന് പിന്നോക്കം മാറ്റാനുമാണ് ഡാൻസും കൂത്തും പാട്ടും നടത്തുന്നത് എങ്കിൽ, എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഇങ്ങനെയാണ് നടത്തുന്നത് എങ്കിൽ ഇവകളുടെ അതിപ്രസരമുള്ള സിനിമയിൽ ഇപ്പറഞ്ഞതുപോലെ സെക്സ് ഉണ്ടല്ലോ, ലഹരി ഉണ്ടല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. നല്ലൊരു വാദമാണ്. എന്ന് പറഞ്ഞാൽ ഡാൻസും പാട്ടും ഉല്ലാസവും ഉള്ളിടത്ത് ഇത്തരത്തിലുള്ള അധാർമികതയും ലഹരിയും മാറുകയല്ല, അവകൾ ഉണ്ടാകുമെന്ന് ഉസ്താദ് പറഞ്ഞിട്ട് അടുത്ത് പറയുകയാണ്, ഇവകളുടെ ഈറ്റില്ലമായ സിനിമാ ലോകത്തിൽ ഒരിക്കലും ഇവകളിൽ നിന്നൊരു മോചനം വരുന്നില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അത് ശരിയാണ്. അപ്പോൾ ലഹരി മാറ്റാനോ അധാർമികത മാറ്റാനോ ഈ ഉല്ലാസങ്ങളോ പാട്ടോ പോരാ എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെന്താണ് വേണ്ടത്? മുഴുവൻ കറുത്ത തുണിയും മൂടി, ഉസ്താദായ ആൾ തലയിൽ തൊപ്പിയും വെച്ച്, മീശ മുഴുവൻ വടിച്ചു കളഞ്ഞ് നീളത്തിന് താടിയും വെച്ച്, കണങ്കാലിന് മുകളിലേക്ക് കയറ്റി മുണ്ടുമുടുത്ത് നീളം ജുബ്ബയും ഇട്ട് പഠിപ്പിക്കാൻ ഇറങ്ങിയാൽ വല്ലതും നടക്കുമോ എന്ന് ചോദിച്ചാൽ സുഹൃത്തെ, 15 മിനിറ്റിൽ ഒരു ബലാത്സംഗം നടക്കുന്നു എന്ന് പറയുന്നതിൽ, 1 മണിക്കൂറിൽ 4 ബലാത്സംഗം നടക്കുന്നു എന്ന് പറയുന്നതിൽ, 24 മണിക്കൂറിൽ 100ഓളം ബലാത്സംഗം നടക്കുന്നു എന്ന് പറയുന്നതിൽ നല്ലൊരു ഭാഗം ബലാത്സംഗവും നടക്കുന്നത് മദ്രസകളിലാണ് സുഹൃത്തെ. ആ വാർത്ത നിങ്ങൾ എന്താ കാണാതിരിക്കുന്നത്? അപ്പോൾ ശരിക്കും കാര്യം മനസ്സിലാക്കണം. മദ്രസകളിലെ കൊച്ചു പെൺകുട്ടികൾ, എന്തിന് പെൺകുട്ടികളിലേക്ക് പോകണം, ആൺകുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന വാസനകൾ നമ്മൾ പിണറായിയുടെ ഭാഷയിൽ ഒറ്റപ്പെട്ടതായിട്ടല്ല കാണുന്നത്, സുലഭമായി കാണുകയാണ്. അപ്പോൾ കാര്യം ശരിക്കും തിരിച്ചറിയണം. ഡാൻസ് കളിക്കുന്നത് കൊണ്ടോ കറുത്ത കുപ്പായം മൂടി ശരീരം ഇളകാതിരിക്കുന്നത് കൊണ്ടോ ഒന്നും ബലാത്സംഗത്തെ അല്ലെങ്കിൽ ലഹരികളെ ഇവിടെ ഉപേക്ഷിക്കാനാവില്ല. അതിന് കൃത്യമായി വേണ്ടത് മനുഷ്യനൊരു വീണ്ടും ജനനം തന്നെയാണ്, മനുഷ്യനൊരു മാനസാന്തരം തന്നെയാണ്, മനുഷ്യനൊരു മനസ്സ് പുതുക്കൽ തന്നെയാണ് ഉണ്ടാകേണ്ടത്. ഏതായാലും സ്വർഗത്തിൽ ഇവകളുടെ ധാരാളിത്തം ലഭ്യമാകുമെന്ന് വിശ്വസിക്കുന്ന താങ്കളുടെയൊക്കെ കയ്യിലിരിക്കുന്ന വിശ്വാസത്തിനും സംവിധാനത്തിനും മാനവകുലത്തെ ഇമ്മാതിരി തിന്മകളിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പ് തന്നെയാണ്. കാരണം
എത്ര പഠിച്ച് മുമ്പിലേക്ക് കയറിയാലും താങ്കൾ സ്വർഗത്തിലേക്കും ഹൂറികളുടെ അടുക്കലേക്കും അടുക്കുന്നതല്ലാതെ അകലുകയല്ലല്ലോ ചെയ്യുന്നത്. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയുന്ന, സുന്ദരമായ വിശുദ്ധമായ കുടുംബജീവിതങ്ങൾ നയിക്കാൻ കഴിയുന്ന, മാന്യമായ ദർശനങ്ങൾ കാണാൻ കഴിയുന്ന ഒരു ജീവിതം അത് ക്രിസ്തുവേശുവിലൂടെ മാത്രമേ നൽകാൻ കഴിയൂ എന്ന് ലോകം ചരിത്രം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് മാനവകുലത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നതും അവൻ ക്രിസ്തുവിൽ വിശുദ്ധമായ ജീവിതം നയിക്കുന്നതും കൃത്യമായും ചരിത്രം കോറിയിട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പള്ളിയിലച്ചന്മാർ ഇത് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. പള്ളിയിലച്ചന്മാരെന്നല്ല, തിരുവചനം കൃത്യമായി ഗ്രഹിക്കാത്തതും പഠിക്കാത്തതും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തതുമായ സകല മനുഷ്യരും ഈ തിന്മ ചെയ്യുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തെ, നിങ്ങൾ ഒരു കാര്യമാണ് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. തിരുവചനം അല്ലെങ്കിൽ ബൈബിൾ കൂടുതൽ പഠിക്കുന്നവൻ ഇമാതിരി പാപങ്ങളിൽ നിന്ന് പിറകോട്ട് മാറുകയേ ഉള്ളൂ, മുൻപിലേക്ക് പോവില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം അത് കൂടുതൽ പഠിക്കുന്തോറും ഹൂറികളോട് അടുക്കുകയേ ഉള്ളൂ, അകലുകയല്ല. മദ്യപ്പുഴകളോട് അടുക്കുകയേ ഉള്ളൂ, അകലുകയല്ല. അക്കാര്യം നിങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. വചനത്തിൽ കൃത്യമായി പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. മദ്യപാനവും ലൈംഗിക പാപങ്ങൾ അടക്കം കൃത്യമായ പാപങ്ങളായി പറഞ്ഞിരിക്കുക മാത്രമല്ല, അമ്മാതിരി പാപങ്ങളിൽ നിന്ന് താല്പര്യമുള്ള ഏതവനെയും രക്ഷിക്കാൻ കഴിയുന്ന യേശുക്രിസ്തുവിന്റെ രക്തവും തിരുവെഴുത്തുകളും പരിശുദ്ധാത്മാവും നമുക്കിപ്പോഴും ലൈവായിട്ടുണ്ട്. സുഹൃത്തെ, ആണിന്റെ വിരകളക്കം നിയന്ത്രിക്കാൻ സ്ത്രീകളെ മുഴുവൻ കറുപ്പിടിപ്പിക്കുന്ന ഒരു സംവിധാനം വിശുദ്ധ വേദപുസ്തകത്തിലെങ്ങുമില്ല. സുഹൃത്തെ, അതൊരു ലോജിക്കലായ കാര്യവുമല്ല, അത് പ്രായോഗികമായ കാര്യവുമല്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എത്ര ഭംഗിയായി കാര്യങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. പുരുഷൻ എങ്ങനെ ജീവിക്കണം, സ്ത്രീ എങ്ങനെ ജീവിക്കണം, എന്താണ് കുടുംബജീവിതം, ഇവകളെ കുറിച്ച് എത്രയോ മാന്യമായി പറഞ്ഞിരിക്കുന്നു. അല്ലാതെ കക്കൂസിൽ കയറുമ്പോൾ എങ്ങനെ കയറണം, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഇരുന്നിട്ട് ഏത് പാട്ടാണ് പാടേണ്ടത്, ഇതിനൊക്കെയുള്ള സമയം ചില സമയം കിട്ടില്ല. സുഹൃത്തെ, വെപ്രാളം പിടിച്ച് ചെല്ലുന്നത് ഓടിച്ചെന്ന് കാര്യനിർവഹണത്തിന് വേണ്ടിയാണ്. അല്ലാതെ അവിടെ ചെന്നിരുന്നു കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ നീളത്തിന് ഖുർആൻ പറയാനൊന്നും അവിടെ സമയം കിട്ടില്ല. അടുത്ത് എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ ഇരിക്കണം, അവിടെ മലക്കുകൾ നോക്കി നിൽക്കുകയാണ്. എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ വിളമ്പി പാപം മാനവകുലത്തെ നശിപ്പിക്കുവാൻ നിങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ചോദിക്കുന്നത് കേട്ടു, സ്ത്രീകളൊക്കെ പുറകിലോ കടിക്കുന്നതാണ് ഇസ്ലാം എന്ന് ഇവിടെ ആരൊക്കെയോ വാർത്ത പറഞ്ഞ് എത്ര തെറ്റാണത്. അതിലെന്താണ് തെറ്റ് സുഹൃത്തെ? അതിന് നിങ്ങൾ പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്, എത്രയോ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇവർക്ക് ആർക്കെങ്കിലും തലവൃത്തിക്ക് കാണിച്ച് നടക്കാൻ കഴിയുന്നുണ്ടോ സുഹൃത്തെ? ഇവർക്ക് ആർക്കെങ്കിലും അവർക്ക് ആഗ്രഹമുള്ള ഒരു വസ്ത്രം ധരിച്ച് നടക്കാൻ കഴിയുന്നുണ്ടോ സുഹൃത്തുക്കളെ? അവർക്കാർക്കെങ്കിലും മാന്യമായി ഒരു പാട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ സുഹൃത്തുക്കളെ? എന്താ ഇതൊന്നും ചെയ്യാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ പോകാൻ ഹൂറിമാരുടെ അടുക്കൽ ചെല്ലാൻ ട്യൂണായിരിക്കുന്ന പുരുഷന്മാർ കൈവിട്ടു പോകാതിരിക്കാൻ സ്ത്രീകൾ എടുക്കുന്ന റിസ്ക് ആണിത്. ഇതെന്തൊരു ഗതികേടാണ്. എന്നാൽ സ്ത്രീകൾക്ക് അവിടെ ചെന്നാൽ ഹൂറന്മാരെ വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോ? അതുമില്ല. ഈ പാവങ്ങൾക്ക് എന്താണ് ഗതികേടെന്ന് നമുക്കറിയില്ല. ഈ പാവങ്ങൾക്ക് ഇവിടെയും നരകം തന്നെയാണ്, മരിച്ചാലും നരകം തന്നെയാണ്. പക്ഷേ ഇവിടത്തെയും മിടുക്കന്മാർക്ക് ഇവിടെയും സ്വർഗം തന്നെയാണ്, ഇവിടം വിട്ടാലും സ്വർഗം തന്നെയാണ്. ഇത് എന്തൊരു ഗതികേടാണിത്. അതിന് ചുവട് പിടിച്ച് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഇസ്ലാം നിലനിൽക്കുന്ന മറ്റു തരം രാജ്യങ്ങൾ നോക്കൂ, സ്ത്രീകൾ എത്ര സുന്ദരമായി ജീവിക്കുന്നു. ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? സൗദി അറേബ്യയിൽ സ്ത്രീ വാഹനം ഓടിക്കാൻ തുടങ്ങിയത് തന്നെ ഈ അടുത്തിടയ്ക്കാണ് സുഹൃത്തെ. അതറിയില്ലേ? ഇപ്പോഴാണ് ഒരുവിധം അവിടെ വെളിച്ചം വന്നു തുടങ്ങിയത്. അപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ അഴുക്ക് ചാലിൽ കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെടുന്ന അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ എടുക്കൂ, നിങ്ങൾ പാകിസ്ഥാൻ എടുക്കൂ, ഇറാൻ എടുക്കൂ, ഇറാഖ് എടുക്കൂ, ഇങ്ങനെ രാജ്യങ്ങൾ ഓരോ നാട്ടിൽ യാത്ര ചെയ്ത് നോക്കൂ. പ്രസവിച്ചു കൂട്ടുക എന്ന ഒറ്റപ്പണിക്കല്ലാതെ എവിടെയാണ് നിങ്ങൾ അവർക്ക് അർഹതപ്പെട്ട സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്? എവിടെയാണ് അവർക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്? ഒരിടത്തുമില്ല. എന്നാൽ ക്രിസ്തുവിൽ പുരുഷനെന്നല്ല, സ്ത്രീ എന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒരുപോലെയാണ്. ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം ഒരു വല്ലാത്ത സ്വാതന്ത്ര്യമാണ്. ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം വിശുദ്ധിയോടെയും നിർമ്മലതയോടെയും സന്തോഷത്തോടെയും ആസ്വാദനത്തോടെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ മാത്രമല്ല, അക്കരെ നാട്ടിൽ ചെന്നെത്തുവാൻ കൂടിയാണ്. എത്ര മനോഹരമാണ് ആ ക്രൈസ്തവ ജീവിതം, എത്ര മനോഹരമാണ് ക്രിസ്തീയ ജീവിതം. പക്ഷേ ചെകുത്താൻ
ക്രിസ്തുവിലൂടെ മാനവകുലം മുഴുവൻ രക്ഷിക്കപ്പെടുമെന്ന തിരിച്ചറിവുണ്ടായിട്ട് ക്രിസ്തു ദൈവപുത്രനല്ല എന്നും ദൈവമല്ല എന്നും രക്ഷകനല്ല എന്നും വെറും പ്രവാചകനാണെന്നും വരുത്തി തീർക്കുവാൻ വേണ്ടി കൊണ്ടുവന്നൊരു കഥാപാത്രമാണ് നിങ്ങൾ പറയുന്ന പ്രവാചകൻ. ആ പ്രവാചകന്റെ ഒരു ഫേക്ക് ഐഡിയ ആണ് ഇപ്പറയുന്ന അള്ളാഹു. ഇവകളൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് സുബോധമുള്ള എല്ലാവർക്കും തിരിച്ചറിയാം. പക്ഷേ മുഴുലോകവും ചെകുത്താന്റെ കീഴിലാകും എന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് പോലെ അമ്മാതിരി ഒരു കീഴടങ്ങളിലേക്ക് ലോകം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിശാചാരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ ഈ മുഴുലോകത്തെയും വിഴുങ്ങാൻ പാകത്തിന് സകല പൈശാചിക കേന്ദ്രങ്ങളും ഒരുമിച്ച് ശക്തിയോടെ നിൽക്കുന്ന ഇക്കാലഘട്ടത്തിൽ എനിക്ക് എന്റെ കേൾവിക്കാരോട് ഓർപ്പിക്കാനുള്ളത്, ഇപ്പോൾ രക്ഷാദിവസം, ഇപ്പോൾ സുപ്രസാദകാലം, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ തെറ്റി ഒഴിയുക സാധ്യമല്ല. സുംബ ഡാൻസിന് പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിക്കാനാവില്ല, ലഹരിയിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാനാവില്ല. ഈ ഉസ്താദുമാര് പറയുന്ന അവരുടെ ഫിലോസഫിക്കും ജനത്തെ അധാർമികതയിൽ നിന്നോ പാപത്തിൽ നിന്നോ ലഹരിയിൽ നിന്നോ പുറകോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് മാത്രമല്ല, അത് എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങളെ ഹൂറികളോടുള്ള കൊതി വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ആ കൊതി വർദ്ധിക്കുന്നതനുസരിച്ച് അമ്മമാരടക്കം, സഹോദരങ്ങളടക്കം, പെൺമക്കളടക്കം മുമ്പിൽ നിന്നും മാറിക്കൊടുക്കണം. അഥവാ മുമ്പിൽ വരുന്നെങ്കിൽ മുഴുവൻ വസ്ത്രം ധരിച്ചു വന്നോണം. കാരണം ഇവർ കാലിളകി നിൽക്കുകയാണ്. ഇതാണ് അതിന്റെ അന്തരീക്ഷം. രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ പത്രോസ് ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല. സുംബ ഡാൻസിന് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ എന്നല്ല, അധ്യാപകരെയോ ഏറ്റവും തലപ്പത്തിരിക്കുന്ന മന്ത്രിയോ പോലും മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഇനി ഇവരീ പറയുന്ന ഉസ്താദൻ ഫിലോസഫിയിലേക്ക് നിങ്ങൾ ചെന്നാൽ അത് പഠിക്കും തോറും നിങ്ങളെ മദ്യപ്പുഴയിലേക്കാണ് കൊണ്ടുപോകുന്നത്, അല്ലാതെ കർത്താവിന്റെ അടുക്കലേക്കല്ല. ഇക്കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ലോകമാനവകുലത്തിന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒറ്റ വഴിയേ ഉള്ളൂ. അത് ദൈവം തന്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ മാനവകുലത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത് തന്നെ. ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുന്ന ഏവനും രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇപ്പോൾ രക്ഷാദിവസം, ഇപ്പോൾ സുപ്രസാദകാലം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ തെറ്റി ഒഴിയാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പോടുകൂടി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.